People always keep us saying to me, oh, you are the maker of constitution. But my answer is, I was a hack. What I was asked to do, I did much against my will. ഇതും പറഞ്ഞാണ് അംബേദ്കർ പ്രസംഗം തുടങ്ങിയത്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മതത്തിന്റെ ദം ബിരിയാണി ഉണ്ടാക്കി. ജവഹർലാൽ നെഹ്റു ഇവിടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ മതേതരമായ കുലുക്കി സർവത്വം ഉണ്ടാക്കി. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞാൽ മതി, അതാത് രാജ്യത്തോട് പറഞ്ഞാൽ മതി എന്നും കൂടി ആക്കിയിട്ട് ഈ ഒരു മഹത്തായ പ്രശ്നത്തിനെ നെഹ്റു തൽക്കാലം അവിടുന്ന് ഈ ഉടമ്പടിയോട് കൂടിയിട്ട് കഴിയൊഴിഞ്ഞു. പൗരത്വം നൽകും ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം. ആർക്കാണോ മുസ്ലിങ്ങളെ ഏറ്റവും നന്നായി പേടിപ്പിക്കാൻ കഴിയുന്നത് അവർക്ക് വോട്ട് കിട്ടും. ആ വോട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ശ്രമം നടത്തുന്നതെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് ഖുറാനും ഗീതയും ബൈബിളും ഒന്നും പോലുള്ള ഗ്രന്ഥമല്ല. 106 അമെൻഡ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൽ അമെൻഡ്മെന്റ് ഇനിയും വരാം. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ ഒരു പോയിന്റ് കൂടി ആളുകളൊന്ന് മനസ്സിൽ വെക്കണം. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ വളരെ ധൃതി പിടിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് നമ്മുടെ ഭരണഘടന. സർ, മൈ ഫ്രണ്ട്സ് ടെൽ മീ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഐ എം ക്വൈറ്റ് പ്രിപ്പയർഡ് ടു സേ ദാറ്റ് ഐ ഷാൽ ബി ദ first person to burn it out. I don't want it. It does not suit anybody. എന്തുമാവട്ടെ, അടുത്ത സെൻസസ് പാകിസ്ഥാനിൽ നടക്കുമ്പോൾ 1% പോലും ഹിന്ദു അവിടെ അവശേഷിക്കില്ല. അടുത്ത സെൻസസ് ഇവിടെ നടക്കുമ്പോൾ അന്ന് എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി മുസ്ലിങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരിക്കും. മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് CAA എന്ന വിഷയമാണ് മഹിത ഭാരതം ചർച്ച ചെയ്യുന്നത്. 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെക്കുറിച്ചെല്ലാം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയുടെ പൂക്കൽ നമ്മൾ നന്നായി ആഘോഷിക്കാറുമുണ്ട്. പ്രകൃതിക്കും ജീവികൾക്കും മനുഷ്യർക്കും എല്ലാം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. 75 വർഷം കാത്തിരുന്ന് മനോഹരമായിട്ട് ചെടികൾ പൂക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ 75 വർഷത്തെ ആഗ്രഹത്തിൻ്റെ ഫലമായി നടന്ന ഒരു കാര്യമാണ്. രാവിലെ മഞ്ഞ് പൊഴിഞ്ഞ് പൂക്കൾ വിരിഞ്ഞ് ആകെ സുഗന്ധം പകർത്തുന്നത് പോലുള്ള ഒരു കാര്യം. ഇത്തരത്തിൽ ഏറെ സന്തോഷകരമായ ഒരു കാര്യത്തെ ഒരു അഗ്നി പർവ്വത സ്ഫോടനം പോലെയോ വലിയ ഭൂകമ്പം പോലെയോ സുനാമി പോലെയോ മഹായുദ്ധം പോലെയോ ആളുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊരു വിരോധാഭാസമാണത്. ഇവിടെ നടക്കുന്നത് അതാണ്. അത്രയും മഹോന്നതമായ സന്തോഷകരമായ 75 വർഷം കൂടുമ്പോൾ മഹത്തായ ഒരു പൂ വിരിഞ്ഞതുപോലുള്ളൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ നമ്മളതിനെ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ വിധത്തിലാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 5 വർഷമായിട്ട് വലിയ വലിയ വിദഗ്ധരെല്ലാം ചാനലുകളിലും അല്ലാതെയും ചർച്ച ചെയ്ത ഈ ഒരു വിഷയം ഈ മഹിത ഭാരതത്തിൽ വെച്ച് താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാം. ഈ വിഷയം എങ്ങനെയാണ് ചാനലുകളും മറ്റുള്ളവരും കൈകാര്യം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള അല്പം അനുഭവമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ഈ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സംശയവും ഇല്ലാതെ പഠിച്ച് കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ അവർക്ക് കഴിയും. അത്തരത്തിലൊരു വിഷയമാണ് ഇവിടെ വലിച്ചു നീട്ടുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനെ മനസ്സിലാകുന്ന വിധത്തിൽ പറയാം. എന്തുകൊണ്ടാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെന്ന് പറയാം. ഉദാഹരണമായിട്ട് ഗണിതശാസ്ത്രത്തിൽ ദ്വിമാന സമവാക്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിനിടയിൽ കാൽക്കുലസിൻ്റെ സിദ്ധാന്തങ്ങൾ dx എന്നും പറഞ്ഞിട്ട് ഡിഫറൻസിയേഷനും അത് കഴിഞ്ഞ് ഇൻ്റഗ്രേഷനും അതിലേക്ക് കൊണ്ടുവരുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും കൊണ്ടുവരുന്നു.
അതിനിടയ്ക്ക് പൈതഗോറസ് സിദ്ധാന്തം ആവശ്യവുമില്ലാതെ കൊണ്ടുവന്നിട്ട് മാഷ് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു. എല്ലാവരും പറയുന്നത് ശരിയാണ്, എല്ലാവരും പറയുന്നത് ഗണിതശാസ്ത്രമാണ്, പക്ഷേ അവർ ഉപയോഗിക്കുന്നത് അനാവശ്യമായാണ്. ഇതാണ് കൺഫ്യൂഷൻ്റെ കാരണം. അതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണുമ്പോൾ -b ± സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac/2a എന്ന് പറയുന്ന ആ സൂത്രവാക്യം ഉപയോഗിക്കുക, അത് കണ്ടുപിടിക്കുക, പ്രശ്നം തീർന്നു. ഞാൻ ഈ വിഷയത്തെ ഒന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 1947 ജൂലൈ മാസം 5 CAA-യുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ആരംഭം അന്നാണെന്ന് പറയാം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് അവർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നു. ഭാരതത്തെ രണ്ടായി മുറിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുസ്ഥാനും, കാരണം മുസ്ലിങ്ങൾക്ക് അവരുടെ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളോട് ജീവിക്കാനൊരു രാജ്യം വേണമെന്നുള്ള നിലയിലാണ് വിഭജനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു രാജ്യവും മുസ്ലിങ്ങൾക്ക് മറ്റൊരു രാജ്യവും കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ആക്ട് പ്രകാരം അവർ തീരുമാനിച്ചു. എങ്ങനെയാണ് രാജ്യം നടത്തേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും രണ്ട് കൂട്ടർക്കും നൽകി. അങ്ങനെ ഭാരതത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നു. മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചു എങ്ങനെയാണ് പാകിസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. ജവഹർലാൽ നെഹ്റു ഇവിടെ റേഡിയോയിലൂടെ മഹത്തായ പ്രസംഗം ചെയ്യുന്ന അതേ സമയത്ത് മുഹമ്മദ് അലി ജിന്ന ചെയ്യുന്ന പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, നമ്മൾ വളരെയധികം കഷ്ടപ്പാടൊക്കെ സഹിച്ച് നമുക്ക് ഈ ഇസ്ലാമിക രാഷ്ട്രം കിട്ടിയിരിക്കുകയാണ്, നമുക്കതിനെ അപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. ഭാരതം തീരുമാനിച്ചത് മറ്റൊരു വിധത്തിലാണ്. നമുക്ക് ഇവിടെ ഹിന്ദു രാഷ്ട്രം എന്ന പേരൊന്നും നൽകണ്ട, നമുക്കിവിടെ ഒരു മതേതര രാഷ്ട്രം നമുക്കിവിടെ ഉണ്ടാക്കാമെന്ന്. നാടൻ ഭാഷയെ പറഞ്ഞാൽ ജിന്ന പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മതത്തിൻ്റെ ദം ബിരിയാണി ഉണ്ടാക്കി. ജവഹർലാൽ നെഹ്റു ഇവിടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ മതേതരമായ കുലുക്കി സർവത്ത് ഉണ്ടാക്കി. അങ്ങനെ ജനങ്ങൾക്ക് കൊടുത്തു. ഭരണം തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു. 1947 തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടി അവരത് ചർച്ച ചെയ്തു. നമ്മൾ പെട്ടെന്ന് അധികാരം കിട്ടാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചെയ്ത വിട്ടുവീഴ്ച കൊണ്ടാണ് നമ്മുടെ ജനങ്ങൾക്ക് വിഭജനത്തെ നേരിടേണ്ടി വന്നത്. പാകിസ്ഥാനിൽ പോയിട്ടുള്ള ഹിന്ദുക്കൾ, അതേപോലുള്ള അവിടെയുള്ള സിഖുകാരും ഒക്കെ വളരെ കഷ്ടം അനുഭവിക്കുന്നു, അവരുടെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇവർ പറഞ്ഞു. ഈ ഒരു കാര്യം വലിയ ചർച്ചയായി. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്കാണ് അവരുടെ കാര്യമെന്ന് പറഞ്ഞു. നെഹ്റു ഈ കാര്യം പരിഹരിക്കണം, അവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണം, അവർക്ക് പൗരത്വം കൊടുക്കണം എന്നൊക്കെ നിലയിൽ ചർച്ച നടന്നു. ഈ സമയത്ത് ജവഹർലാൽ നെഹ്റു അതിന് തയ്യാറാകുന്നതിന് പകരം, ജിന്ന തുടക്കത്തിലേ മരിച്ചിരുന്നു, ലിയാഖത്ത് അലി ആയിരുന്നു അവിടുത്തെ നേതാവ്. ലിയാഖത്ത് അലിയും നെഹ്റുവും കൂടി ഒരു കരാറുണ്ടാക്കുകയാണ് പാകിസ്ഥാനിൽ കഷ്ടം അനുഭവിക്കുന്ന ഹിന്ദുക്കളെ പുനരധിവസിക്കുന്നതിന് പകരം ചെയ്തത്. ആ കരാറ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം 1950 ഏപ്രിൽ 8 ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയ കരാറാണിത്. ഈ കരാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഭാരത സർക്കാരും പാകിസ്ഥാൻ സർക്കാരും അവരവരുടെ മേഖലകളിൽ ഉടനീളം ന്യൂനപക്ഷങ്ങൾക്ക് സമ്പൂർണവും തുല്യവുമായ പൗരത്വം മതഭേദമന്യേ ഉറപ്പാക്കുകയും അവർക്ക് പൂർണ്ണ അളവിലുള്ള ജീവിത സുരക്ഷ, ജീവിതം, സംസ്കാരം, സമ്പത്ത്, സ്വാഭിമാനം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവ സംരക്ഷിക്കുകയും തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം എന്നിവ നിയമത്തിനും സദാചാരത്തിനും വിധേയമായി ലഭ്യമാക്കുന്നതും ഉറപ്പാക്കും. ന്യൂനപക്ഷ സമുദായങ്ങളിലെ അംഗങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായങ്ങളിലെ അംഗങ്ങൾക്കുള്ള
തുല്യ അവസരം അവരുടെ രാജ്യത്തിൻ്റെ പൊതുജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനും രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ പദവികൾ വഹിക്കുന്നതിനും സിവിൽ മിലിറ്ററി സേവനത്തിനും ഉണ്ടായിരിക്കും. ഇരു രാജ്യങ്ങളും ഈ അവകാശങ്ങൾ മൗലികമാണെന്ന് പ്രഖ്യാപിക്കുകയും അവ ഫലപ്രദമായി നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഭാരതത്തിൻ്റെ ഭരണഘടന എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും ഈ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന വസ്തുതയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി സമാന വ്യവസ്ഥകൾ പാകിസ്ഥാൻ്റെ ഭരണഘടനാ സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വ്യത്യാസം കൂടാതെ എല്ലാ പൗരന്മാർക്കും ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നത് ഇരു സർക്കാരുകളുടെയും നയമാണ്. ന്യൂനപക്ഷങ്ങളുടെ വിധേയത്വം അവർ പൗരന്മാരായിരിക്കുന്ന രാജ്യത്തോട് മാത്രമാണെന്നും അതാത് സർക്കാരുകളെയാണ് തങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി അവർ സമീപിക്കേണ്ടതെന്നുമുള്ള വസ്തുത ഊന്നിപ്പറയാൻ ഇരു സർക്കാരുകളും ആഗ്രഹിക്കുന്നു. നെഹ്റു ലിയാഖത്ത് ഉടമ്പടിയാണ് വായിച്ചു കേൾപ്പിച്ചത്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും പാഴ്സികളും ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ ഉൾപ്പെടുന്നവർ. ഭാരതത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും അതുപോലുള്ള ബാക്കിയുള്ളവരും ആണ് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ. നോക്കൂ, എന്ത് ബുദ്ധിപൂർവമാണ് കരാറ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനി ഇന്ത്യയിലേക്കൊന്നും വരണ്ട. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞാൽ മതി, അതാത് രാജ്യത്തോട് പറഞ്ഞാൽ മതി എന്നും കൂടി ആക്കിയിട്ട് ഈ ഒരു മഹത്തായ പ്രശ്നത്തിനെ നെഹ്റു തൽക്കാലം അവിടുന്ന് ഈ ഉടമ്പടിയോട് കൂടിയിട്ട് കഴിയൊഴിഞ്ഞു. ഇനി എന്താണ് പാകിസ്ഥാനിൽ നടന്നതെന്ന് നോക്കാം. കൃത്യമായിട്ട് ഇവിടെ നടന്ന ഒരു സംഗതികളും പാകിസ്ഥാനിൽ നടന്നില്ല. അവിടെ ആളുകളുടെ ഭൂമി തട്ടിയെടുത്തു, അവിടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി, അവർക്ക് ജോലിയിൽ തുല്യത നൽകിയില്ല, സമാനമായിട്ട് ജീവിക്കാൻ സമ്മതിച്ചില്ല, ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചില്ല, അവരെ കിട്ടാവുന്ന സംഗതികളെല്ലാം ഉപയോഗിച്ച് മതം മാറ്റാൻ തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങി. ഇത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ്. കൃത്യമായ രേഖകളാണ്, ഡേറ്റും സംഗതിയും പറഞ്ഞിട്ട് ഈ വിഷയത്തിലൊരു സംശയം ഉണ്ടാവാൻ ഇടയില്ലാത്ത വിധത്തിൽ. ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയെ എല്ലാവർക്കും അറിയാം, നമ്മുടെ അംബേദ്കർ. പാകിസ്ഥാനിൽ നിയമമന്ത്രി ഇതേപോലെ. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പണ്ട് നമ്മൾക്ക് ഇവിടെ രാമൻ തുടങ്ങിയ ആളുകളൊക്കെ MLA ആയിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മുസ്ലിം ലീഗിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളായിരുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡൽ. അദ്ദേഹം പാകിസ്ഥാനിലേക്കാണ് പോയത്. പാകിസ്ഥാനിൽ അദ്ദേഹം നിയമമന്ത്രിയുമായി. നിയമമന്ത്രിയായ അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹം നെഹ്റു ലിയാഖത്ത് അലി കരാർ എത്ര വലിയ വിഡ്ഢിത്തമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെടും. അദ്ദേഹം എഴുതിയ കത്തുണ്ട്. ആ കത്തും നമ്മൾ ഒന്ന് കാണണം. പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അദ്ദേഹം എഴുതിയ കത്ത്. ഞാനതിലെ പ്രസക്ത ഭാഗങ്ങൾ കുറച്ച് മാത്രം വായിച്ച് കേൾപ്പിക്കാം. കിഴക്കൻ ബംഗാളിലെ പിന്നോക്ക ഹിന്ദു ജനങ്ങളുടെ ഉയർച്ചയ്ക്കായുള്ള എൻ്റെ ജീവിതം ഉടനീളമുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ സമ്പൂർണ്ണ നിരാശയിലും അതിയായ ഹൃദയഭാരത്തോടെയുമാണ് അങ്ങയുടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത്. ഈ തീരുമാനത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ച കാരണങ്ങൾ വിശദീകരിക്കുന്നത് ഉചിതമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ധാക്കയ്ക്കും ചിറ്റഗോങ്ങിനും മധ്യേ ട്രെയിനുകളിൽ നിരപരാധികളായ ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ വാർത്ത, കലാപം അവിടെ നടക്കുന്ന വാർത്ത, കിഴക്കൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഒന്നും നടന്നില്ല, കാശിപ്പൂര്, മദ്ബാഷ, ലക്കുടിയ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, പുഴയോരത്ത് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞ ആ സമയത്തും ഉപേക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ, പുരുഷന്മാരെ കൊല്ലുന്നത്, ചെറിയ കുട്ടികളെ വരെ തട്ടിക്കൊണ്ടുപോകുന്നത്, ഇതെല്ലാം ചെയ്തു. കത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് ഇസ്ലാമിൻ്റെ പേരിൽ പാകിസ്ഥാന് എന്താണ് സംഭവിക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ നിയമമന്ത്രിയാവുകയും ചെയ്ത മനുഷ്യൻ ജോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ കത്താണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് ഊഹിക്കാം. ശ്രദ്ധിക്കൂ, കിഴക്കൻ ബംഗാൾ സർക്കാർ ഇപ്പോഴും ഹിന്ദുക്കളെ അവരുടെ പ്രവിശ്യയിൽ നിന്നും ഞെരുക്കി ശ്വാസം മുട്ടിച്ച് പുറത്തേക്ക് പായിക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണ് പിന്തുടരുന്നത്. ഉറച്ച ബോധ്യത്തോടെ ഞാൻ ആവർത്തിക്കുന്നു,
താങ്കളുമായി ഞാൻ നടത്തിയ ഒന്നിലേറെ ചർച്ചകളിൽ എൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളെ ആട്ടിപ്പായിക്കുന്ന നയം പാകിസ്ഥാനിൽ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ടെന്നതും കിഴക്കൻ ബംഗാളിൽ അത് പൂർണ്ണ വിജയത്തോട് അടുക്കുന്നുവെന്നതും എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. DN ബരാരിയുടെ മന്ത്രിയായുള്ള നിയമനവും അതിനെതിരായ എൻ്റെ ശുപാർശയോടുള്ള കിഴക്കൻ ബംഗാൾ സർക്കാരിൻ്റെ മര്യാദയില്ലാത്ത വിയോജിപ്പും ഇസ്ലാമിക രാജ്യം എന്ന് അവർ വിളിക്കുന്നതിനോട് കൃത്യമായും ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹം പറയാണ്, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ സ്ഥിതി അവർ സ്വന്തം ഭവനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും രാജ്യമില്ലാത്തവരാക്കി തീർത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അനീതിയാവില്ല. അവർ ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നുവെന്നല്ലാതെ ഒരു തെറ്റും ചെയ്യുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണെന്നും എന്നും അങ്ങനെ ആയിരിക്കുമെന്നാണ്. ഈ ഭൂമിയിലെ എല്ലാ പ്രാപഞ്ചിക തിന്മകൾക്കുമുള്ള ഏക പരിഹാരമായും ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നു, മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനു ശേഷം ഈ കത്ത് തുടരുന്നില്ല. ഇതിനു ശേഷം നമ്മളിപ്പോൾ ഈ പറയുന്ന CAAയിൽ പൗരത്വം കിട്ടാൻ കാത്തിരിക്കുന്ന ആളുകളെപ്പോലെ അഭയാർത്ഥിയായി പാകിസ്ഥാനിലെ ആദ്യത്തെ നിയമമന്ത്രി ഭാരതത്തിൽ വരികയും ഒരു പൗരത്വം പോലും കിട്ടാതെ ഭാരതത്തിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതാണ് കൃത്യമായിട്ട് അവിടെ നടന്നത്. എന്താണ് ലിയാഖത്ത് അലി നെഹ്റു കരാർ ഉണ്ടാക്കിയെങ്കിലും അവിടെ നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ ജവഹർലാൽ നെഹ്റു എടുത്ത തീരുമാനം ലിയാഖത്ത് അലിയുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ട് എല്ലാം തീർന്നു എന്നുള്ള നിലയ്ക്ക് ഇതിനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സ്ഥിരമായിട്ട് ഈ വിഷയം നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്നും ലിയാഖത്ത് നെഹ്റു കരാറുണ്ടാക്കുമ്പോൾ അന്ന് നെഹ്റു മന്ത്രിസഭയിലുണ്ടായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞു നമ്മൾ അവരെ രക്ഷിക്കുകയാണ് വേണ്ടത്, വീണ്ടും അവർക്ക് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കി തള്ളിക്കൊടുക്കുകയല്ല വേണ്ടതെന്ന്. അത് കേൾക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു നെഹ്റു മന്ത്രിസഭയിൽ നിന്ന്. ശ്യാമപ്രസാദ് മുഖർജി മുതൽ പ്രകാശ് കാരാട്ട് വരെയുള്ളവരെന്താണ് പറഞ്ഞതെന്നും സൂചിപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്കത് വായിച്ച് സൂചിപ്പിക്കാം. കൃത്യമായ രേഖകളോടെയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയം എന്താണ്, ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവൂ. ഗാന്ധിജി ഈ ഒരു വിഷയത്തിൽ മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കൃത്യ ഡേറ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. 1947 ജൂലൈ മാസം 16-ാം തീയതി ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഗാന്ധി ചെയ്ത പ്രസംഗമാണിത്. ഗാന്ധി ചെയ്ത പ്രസംഗങ്ങളിൽ നിങ്ങൾക്ക് ഈ സംഗതി കിട്ടും. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയ തങ്ങളുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ടതായി വരുമോ എന്ന ഭയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ട്. അവർ ജോലി ചെയ്ത് ജീവിക്കുന്നതിനോ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ വിദേശികളായി കണക്കാക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അവരെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അങ്ങനെ ഇവിടേക്ക് വരുന്നവർക്ക് തങ്ങൾ അപരിചിതരായ ആളുകളുടെ ഇടയിലേക്കാണ് വന്നു പോയത് എന്ന തോന്നൽ ഉണ്ടാവരുത്. പൗരത്വം നൽകും ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 1947 ജൂലൈ 21-ാം തീയതിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ ഗാന്ധി ചെയ്ത മറ്റൊരു പ്രസംഗം ഇഷ്ടം പോലെ ഉണ്ട്. ചെറുത് കാണിക്കാൻ വേണ്ടി, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. മിസ്റ്റർ ജിന്ന പാകിസ്ഥാൻ്റെ ഗവർണർ ജനറൽ ആവാൻ പോവുകയാണ്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും മുസ്ലിങ്ങൾക്ക് നൽകുന്ന അതേ പരിഗണന തന്നെ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് നാം അദ്ദേഹത്തെ വിശ്വസിക്കണമെന്നും പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടാവില്ല എന്നുമാണ്. ഞാൻ അത് നീട്ടുന്നില്ല, കുറേ വായിക്കാൻ നമ്മൾക്ക് കേൾപ്പിക്കാനുള്ളത് കൊണ്ട്. ഗാന്ധിയുടെ പ്രതീക്ഷയായിരുന്നു അത്. ബാക്കിയുള്ളൊരു ഭാഗം കേൾക്കൂ. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുന്നു, പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളോ അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം ആളുകളോ പാകിസ്ഥാൻ വിട്ടു വരികയാണെങ്കിൽ ഇന്ത്യ അവർക്ക് അഭയം നൽകുമോ? അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അഭയം നൽകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നിരുന്നാലും അവർ തങ്ങളുടെ ധനികർ എന്ന രീതിയിലുള്ള പഴയ ജീവിതശൈലി തുടരുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് താമസിക്കാൻ ഒരിടവും പ്രതിഫലം കിട്ടുന്ന ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരവും നൽകണം.
മുസ്ലിങ്ങളല്ലാത്തവർ ഭയം മൂലം പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയോ അതേപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്നും ഓടിപ്പോകേണ്ടി വരുന്നതുമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ അവർക്ക് അഭയം നൽകണം, അവർക്ക് ജോലി ചെയ്ത് സുഖമായിട്ട് സ്വന്തം നാട് പോലെ ജീവിക്കാനുള്ള അവസരം, പൗരത്വം നൽകണമെന്ന് ഗാന്ധി കൃത്യമായിട്ട് പ്രസംഗിക്കുന്നു. ഗാന്ധിയുടെ ഒരൊറ്റ കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഗാന്ധിജി ശ്രീകൃഷ്ണദാസിന് ജൂലൈ 21 എഴുതിയ ഒരു കത്തിലെ ഭാഗമാണ്. ഗാന്ധിജിയുടെ കത്തുകളിൽ നിങ്ങൾക്കിത് കിട്ടും. എനിക്ക് നിങ്ങളുടെ കത്ത് കിട്ടി. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലുള്ള അതേ സ്ഥാനം തന്നെ മുസ്ലിങ്ങളല്ലാത്തവർക്കും ഉണ്ടായിരിക്കുമെന്ന് ജിന്നാ സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നയം നടപ്പാക്കപ്പെടുമോ എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അടിച്ചമർത്തൽ നയങ്ങളുടെ ഫലമായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിൽ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. അവർക്ക് വാസസ്ഥലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അവർ തങ്ങളുടെ ജീവസന്ധാരണത്തിനു വേണ്ടി ജോലി ചെയ്ത് ജീവിക്കേണ്ടതായി വരും എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഗാന്ധിക്ക് അറിയാമായിരുന്നു അവിടെ നടക്കില്ല എന്ന്. വന്നാൽ അവരെ സ്വീകരിക്കണം, അവർക്കിവിടെ പൗരത്വം കൊടുക്കണം. 1950 നവംബർ 5 ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ നൽകിയ ഉറപ്പാണ്. ആദരണീയനായ സഭാംഗം പൗരത്വ പ്രശ്നത്തെപ്പറ്റി പരാമർശിക്കുകയുണ്ടായല്ലോ. ഇന്ത്യയിലേക്ക് വന്നു ചേരേണ്ടതായി വരുന്നവർക്ക് പൗരത്വം നൽകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണെങ്കിൽ ആ നിയമങ്ങൾ മാറ്റുന്നതായിരിക്കും. CAA ആവശ്യമായി വരും. ഇതാണ് നെഹ്റു പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി പിന്നീട് നമ്മുടെ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഗുൽസാരിലാൽ നന്ന മാർച്ച് 5 1964 മാർച്ച് 5 നടത്തിയ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ അന്തിമമായ തീരുമാനം? അഭയാർത്ഥികളെ നമ്മുടെ നാട്ടിലേക്ക് കയറ്റുകയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല. അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുന്നതോ ഇവിടെ നിന്നും അവർ പോകേണ്ടി വരുന്നതോ നമുക്ക് തടയാൻ കഴിയുമായിരുന്നോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന അഭയാർത്ഥികൾക്കായി വാതിലുകൾ തുറന്നു കൊടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ അഭയാർത്ഥികൾക്കും നമുക്കും ഉണ്ടാക്കിയേക്കാം. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നും നടപ്പാക്കുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. 1964 മാർച്ച് മാസം 5 നടന്നില്ല. 75 വർഷം, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലത്ത് 2019 ഈ കാര്യം നടന്നത്. നമ്മുടെ മൻമോഹൻ സിംഗിന് പൗരത്വ പ്രശ്നത്തിൽ ഡോക്ടർ തരുൺ ഗൊഗോയ് നൽകിയ നിവേദനമാണ്. ഈ തരുൺ ഗൊഗോയ് നൽകിയ ഈ നിവേദനത്തിൽ പറയുന്നുണ്ട്, 2012 ഏപ്രിൽ മാസം 20 മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് നൽകിയ നിവേദനം വിവേചനത്തിൻ്റെയും മതപരമായ പീഡനത്തിൻ്റെയും ഭാഗമായി നാടുവിടേണ്ടി വരുന്നവരെ വിദേശികളായി കണക്കാക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ അർജുൻ ദത്ത പറഞ്ഞ കാര്യം ഇതിൽ APCC പാസ്സാക്കിയ ഒരു കാര്യം അദ്ദേഹം ഇതിൽ കോട്ട് ചെയ്തു. ഇന്ത്യ വിഭജനത്തിൻ്റെ ഫലമായി മനുഷ്യത്വരഹിതമായ പീഡനങ്ങളുടെ ഫലമായി ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ന്യൂനപക്ഷങ്ങൾ, അവർ ഹിന്ദുക്കളോ ബുദ്ധമത വിശ്വാസികളോ ക്രിസ്ത്യാനികളോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന അവരുടെ പൗരപ്രശ്നം ഞങ്ങൾ ഏറ്റെടുക്കും. അത് വ്യക്തമായൊരു തീരുമാനമുണ്ടാക്കും. ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് മതപരമായ വിവേചനത്തിൻ്റെ ഭാഗമായി അവർക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. ഈ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നു. ചരിത്ര യാഥാർത്ഥ്യങ്ങളും മാനുഷിക പരിഗണനയും നിലനിർത്തിയാണ് ഇങ്ങനെ ഒരു ആവശ്യം നാം ഉന്നയിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ തീരില്ല. കോൺഗ്രസ്സുകാർ ഇതേപോലൊരു CAA ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കാര്യം 2003 NDA സർക്കാരിൻ്റെ സമയത്ത്, അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് കൃത്യമായിട്ട് മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ആളുകളെ നമ്മൾ അവിടുന്ന് രക്ഷിക്കണം, ഈ ആളുകളെ നമ്മൾ രക്ഷിച്ചു കൊണ്ടുപോരണം, അവരുടെ പൗരത്വ പ്രശ്നം നമ്മൾ പരിഹരിക്കണമെന്ന്.
ഉണ്ടായില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായി. അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് ഇതേ കാര്യം വെച്ചിട്ട് ആളുകൾ പറഞ്ഞു നമ്മൾക്കിപ്പോൾ ചെയ്തുകൂടെയെന്ന്. ചെയ്യണമെന്നുണ്ടായിരുന്നു. പലരുടെയും ഭീഷണിയെ, സമ്മർദ്ദത്തെ ഭയന്നിട്ട് അക്കാര്യം അവർ കൃത്യമായിട്ട് ചെയ്തില്ല. CPIയുടെ നേതാക്കളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ 2-3 ഡേറ്റുകൾ പറയാം, അത് മാത്രം, കാരണം മുഴുവൻ ഇത് വായിക്കുന്നില്ല. ഭൂപേഷ് ഗുപ്ത എന്ന് പറയുന്ന ആളെ പറ്റി കേട്ടിട്ടുണ്ടാവും. 5 ടേം രാജ്യസഭ MP ആയിരുന്നു CPIയുടെ. നമ്മളുടെ കാര്യങ്ങൾ അത്യാവശ്യം വായിക്കുകയും അതിനനുസരിച്ചിട്ട് നല്ല വായനയുള്ള, നല്ല ശ്രദ്ധയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരാളാണ് ഇപ്പോഴത്തെ CPIയുടെ കേരളത്തിലെ സെക്രട്ടറി, നമ്മുടെ ബിനോയ് വിശ്വം സാറ്. അദ്ദേഹമെങ്കിലും ഈ ഡേറ്റുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇദ്ദേഹം പറയുകയാണ് 1964 മാർച്ച് മാസം 4-ാം തീയതിയാണ്. കൃത്യമായിട്ട് രാജ്യസഭയിൽ പറയുന്നു, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഇത്തരത്തിൽ നെഹ്റു ലിയാഖത്ത് അലി ഉടമ്പടി കൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല, അവരെ നമ്മൾ രക്ഷിക്കണം, അവർക്ക് നമ്മൾ പൗരത്വം നൽകണമെന്ന്. ഇതേ മനുഷ്യൻ 1970 5 ടേം ഉണ്ടായിരുന്നു. 1952 മുതൽ 81 വരെ, മരിക്കുന്നത് വരെ അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. 1970 ജൂലൈ 27 ഭൂപേഷ് ഗുപ്താജിയുടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കുക. അവരെ സഹോദരനെയും സഹോദരിയെയും എന്ന ഭാവത്തോടെ നമുക്ക് സ്വീകരിക്കാം, അവർക്ക് ശരിക്കും നമുക്കിവിടെ പൗരത്വം കൊടുത്ത് അവരെ രക്ഷിക്കണമെന്ന് ഭൂപേഷ് ഗുപ്ത പറയുക. വീണ്ടും അദ്ദേഹം 74 ഡിസംബർ 3 അത് മാത്രം ഞാനൊന്ന് വായിക്കാം. സാർ, രാജ്യം വിഭജിച്ചതിന് ശേഷം 27 വർഷം കടന്നു പോയിരിക്കുന്നു. നിങ്ങൾ അക്കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം ഓർക്കുകയാണെങ്കിൽ അവർ എത്ര വ്യക്തമായ ഉറപ്പുകളാണ് നൽകിയിരുന്നതെന്ന് അറിയാൻ കഴിയും. രാജ്യം വിഭജിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു, വിഭജനത്തിൻ്റെ ഫലമായി പാകിസ്ഥാൻ്റെ ഭാഗമാകേണ്ടി വന്ന ബംഗാളിൻ്റെ ഒരു ഭാഗത്തു നിന്ന് പുറപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് വേണ്ടതെല്ലാം ചെയ്യുമെന്ന്, വിഭജനത്തിന് ശേഷമുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തെ പൂർണ്ണമായും അവർ നേരിടുമെന്ന് വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. 27 വർഷത്തിനു ശേഷവും മുമ്പത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ അവരുടെ ഒരു വലിയ ആവശ്യമായ പൂർണ്ണ അധികാരമുള്ള അവരുടേതായ രാജ്യം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കിഴക്കൻ ബംഗാളിലെ അഭയാർത്ഥികളുടെ പ്രശ്നം ഇനിയും പരിഹരിക്കാതെ അവശേഷിക്കുന്നു എന്ന് നമുക്ക് കാണാം. കൃത്യമായിട്ട് ഇവർക്ക് CAA കൊടുക്കണമെന്ന് പറഞ്ഞ് 1958 അമൃത്സറിൽ ചേർന്ന CPIയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയം കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഈ സർക്കാരിനോട് കിഴക്കൻ ബംഗാളിൽ നിന്നും നിഷ്കാസിതരായി ഇവിടെ എത്തിയിരിക്കുന്ന അഭയാർത്ഥികളോടുള്ള ഇപ്പോഴത്തെ സമീപനത്തിലും നയത്തിലും മാറ്റം വരുത്താനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ആവശ്യപ്പെടുന്നു. CPIയുടെ പാർട്ടി കോൺഗ്രസ് 1958 അമൃത്സർ അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും എത്ര പെട്ടെന്ന് മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. അവർക്ക് കൃത്യമായ നിയമം ഉണ്ടാക്കി പൗരത്വം നൽകി അവരെ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടിയാണ് CPI ആവശ്യപ്പെട്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPI നേതാവ് ഗൗതം ദേബിൻ്റെ രാജ്യസഭയിലെ പ്രസ്താവന 2018 ഡിസംബർ മാസം 19-ാം തീയതിയിലെ ഹിന്ദു ദിനപത്രത്തിലുണ്ട്. ഇക്കാര്യം CPIക്കാരൊന്ന് ശ്രദ്ധിക്കുക. വസുദേവ് ആചാര്യ 2012 ഏപ്രിൽ 25 ചെയ്ത ഇതുപോലൊരു CAA, ഒരു പൗരത്വ നിയമം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് നടത്തിയ പ്രസംഗം അവരൊന്ന് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ നീണ്ടുപോകും, അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രകാശ് കാരാട്ട് എന്ത് പറഞ്ഞു? CPMകാരോട് നേരത്തെ ബിനോയ് സാർ ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രദ്ധിക്കണമെന്ന് പറയില്ല, ശ്രദ്ധിക്കില്ല. എങ്കിലും ആ പാർട്ടിയിൽ ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അനുയായികൾ ഉണ്ടെങ്കിൽ അവരിതൊന്ന് ശ്രദ്ധിക്കുക. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മൻമോഹൻ സിംഗിന് 2012 മെയ് മാസം 22-ാം തീയതി അയച്ച കത്താണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പാകിസ്ഥാനിലുള്ള നമ്മളിപ്പോൾ ഈ പൗരത്വം കൊടുക്കാൻ പോകുന്ന ന്യൂനപക്ഷങ്ങളുടെ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ, പ്രസക്തമാകെ വായിക്കുന്നുള്ളൂ, ഫുൾ കത്ത് നിങ്ങൾക്ക് വായിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിന് ശേഷമുണ്ടായ അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്. സാഹചര്യങ്ങൾ ഈ നിർഭാഗ്യവാന്മാരായ ജനങ്ങളെ നമ്മുടെ രാജ്യത്ത് അഭയം തേടാൻ നിർബന്ധിതരാക്കുന്നുവെങ്കിൽ, പൗരത്വം തേടി നമ്മെ സമീപിക്കുന്നുവെങ്കിൽ അവരോട് കൂടുതൽ
സ്വതന്ത്രവും മൃദുവുമായ സമീപനം കൈക്കൊള്ളുവാൻ നമുക്ക് ധാർമ്മിക ബാധ്യതയുണ്ട്. ഞാൻ സത്യസന്ധമായും പ്രതീക്ഷിക്കുന്നു, ബഹുമാനപ്പെട്ട ഉപപ്രധാനമന്ത്രി ഭാവി പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തീർച്ചയായും ഇക്കാര്യം മനസ്സിൽ വയ്ക്കുമെന്ന്. ഇനി ഒറ്റൊന്നുകൂടി, CPMൻ്റെ കോഴിക്കോട് വെച്ച് നടന്ന 20ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 4 മുതൽ 9 വരെ ആയിരുന്നു 2018. അതിൽ പറഞ്ഞ ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പാർട്ടി കോൺഗ്രസ് നിരവധിയായ ബംഗാളി അഭയാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കണമെന്ന, സഹാനുഭൂതിയോടെ പരിഗണിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പിനെ ആദരിക്കണമെന്നും അവരെ ഭാരത പൗരന്മാരായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അവർ നമ്മുടെ നാടായ മുൻകാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തവരാണ്. വളരെ വലിയ വിഭാഗം പട്ടികജാതിക്കാരായ നാമശൂദ്ര സമുദായത്തിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നവരാണ് അവർ. അവരെ കൃത്യമായും നമ്മൾ പൗരത്വം നൽകി സ്വീകരിക്കണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. പറഞ്ഞു വരുന്നത് ഇതായിരുന്നു: സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ, മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് പ്രകാശ് കാരാട്ട് വരെ, മൻമോഹൻ സിംഗ് വരെ എല്ലാവരും, CPI, CPM എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ആ കാര്യമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. എന്താ ഇത്ര കാര്യം ഈ വിഷയം നടപ്പിലാക്കാതിരുന്നത്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതിനുള്ള ആർജവം, നട്ടെല്ലുള്ള ഒരു ഗവൺമെൻറ്റും ഇത്രയും കാലം ഉണ്ടായില്ല. അതുണ്ടായി. ഇവരെല്ലാം ആവശ്യപ്പെട്ട കാര്യം, ഇത് പുതുതായിട്ട് കൊണ്ടുവന്നൊരു കാര്യമൊന്നുമല്ല. എന്ന് മുതൽ തുടങ്ങിയതാണ്, സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാണ്. ആ കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എത്ര പേർക്ക് വേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സിലാക്കിയെടുത്തോളം ഒരു 33,000 ചില്ലാൻ ആളുകളാണ് ഇത് കിട്ടാനുള്ളത്. ഈ കിട്ടാനുള്ള ആളുകൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭട്ടതിരിപ്പാടല്ല, നമ്പൂതിരിപ്പാടല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെ പറഞ്ഞത് പ്രകാരം ഇവർ ദളിതരാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ അവർ ദളിതരാണ്. അത്രയും പാവപ്പെട്ടവരാണ്, ഒരു കഴിവുമില്ലാത്തവരാണ്. അവരിവിടെ വന്ന് ഒരു പൗരത്വം ഇല്ലാതെ, ഒരു സൗകര്യവും ഇല്ലാതെ, ഒരു കടലാസ് മാത്രം അവിടുന്ന് റെഫ്യൂജീസ് ആണെന്നുള്ളൊരു സംഗതി മാത്രം വെച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഇത്രയും കുറച്ച് ആളുകൾക്ക് കേരളത്തിൽ, നമ്മൾ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മൾ അവർക്ക് ആധാർ ഉണ്ടാക്കിയിട്ടും റേഷൻ കാർഡ് കൊടുത്തിട്ടും വോട്ടവകാശം കൊടുത്തിട്ടും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടും നിൽക്കുന്നുണ്ട്. ഭാരതത്തിൽ, ബംഗാളിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ 1% ആളുകളാണ് ആകെ ഈ പറഞ്ഞതിലുള്ളത്. ഇതേപോലെയുള്ള ദളിതരെന്ന് നമുക്ക് വിളിക്കാവുന്ന ഒന്നിനും കഴിയാത്തൊരു 33,000 ചില്ലാൻ ആളുകളാണ്. ഈ ഒരാളുകൾക്ക് ഇത് കൊടുക്കണമെന്ന് ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതാണ്. ഈ ആവശ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. എന്താ ഇതിലുണ്ടായ വ്യത്യാസം? അപ്പോൾ വേറെ ആർക്കും പൗരത്വം കിട്ടില്ലേ? കിട്ടും. നമ്മുടെ സെക്ഷൻ 6 പ്രകാരം പൗരത്വം കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഇനിയും കിട്ടും. ഇവിടെ നമ്മൾ പറയുകയാണ് 14 പ്രകാരം എല്ലാവർക്കും തുല്യതയ്ക്ക് അവകാശമുണ്ടെന്ന്. 14 പ്രകാരം ആർക്കും തുല്യതയ്ക്ക് അവകാശമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ പറയാണ് സെക്ഷൻ 14 ഉണ്ട്, ഇവിടുത്തെ ആളുകൾക്ക് തുല്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരു പണിയില്ലാത്ത, ഏറ്റവും പറയുന്ന നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യം എനിക്കും കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. നമ്മുടെ സെക്ഷൻ 14 എന്ന് പറയുന്നത് ആരുടെ തുല്യതയാണ്? തുല്യന്മാരുടെ തുല്യതയാണ്. കാരണം വളരെ മോശമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന തുല്യതയല്ല, വളരെ ഉന്നത നിലയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന തുല്യത. ഈ നിയമം വഴി ആകെ ഉണ്ടായത് 11 വർഷം കൊണ്ട് കിട്ടുമായിരുന്ന പൗരത്വം ഒരിളവ് വരുത്തി 5 വർഷം കൊണ്ട് കിട്ടുന്ന നിലയിൽ സിമ്പിളായിട്ട് ഈ നിയമം ഒന്ന് മാറ്റി. വളരെ കുറച്ച് ആളുകൾക്കാണ് ഇത് കിട്ടുന്നത്. ഈ ആളുകൾക്കാണ് നമ്മൾ പൗരത്വം കൊടുക്കുന്നത്. വളരെ സന്തോഷകരമായൊരു ദിവസമാണ് ഈ പൗരത്വം കൊടുക്കുന്നത്. നമ്മൾ ആഘോഷിക്കണം. ശരിക്ക് ഇവരെ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് എടുക്കുന്നത് ഒരു ആഘോഷമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അതിന് പകരമാണ് എന്തോ ഭൂകമ്പം നടക്കുന്നു, സുനാമി വരുന്നു, മഹായുദ്ധം വരുന്നു എന്ന നിലയിൽ നമ്മൾ ഇതിനെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ വിഷയം സാക്ഷാൽ മഹാത്മാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയും ശ്യാമപ്രസാദ് മുഖർജി മുതൽ പ്രകാശ് കാരാട്ട് വരെയും CPI എല്ലാ കാലത്തും ആവശ്യപ്പെട്ട ഒരു കാര്യം, അത് നടപ്പിലാക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാം. ഇലക്ഷനിൽ വോട്ട് കിട്ടണം.
ആർക്കാണോ മുസ്ലിങ്ങളെ ഏറ്റവും നന്നായി പേടിപ്പിക്കാൻ കഴിയുന്നത് അവർക്ക് വോട്ട് കിട്ടും. ആ വോട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ശ്രമം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. പിന്നെ പറയുന്നുണ്ട് ഇത് നടപ്പിലാക്കില്ല എന്ന്. കേരളത്തിലൊന്നും ആരും ഇത് ആവശ്യമുള്ളവരില്ല, അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ അവർക്ക് നടപ്പിലാക്കില്ല എന്നൊരു പക്ഷേ പറയാം. പക്ഷേ ഇത് നടപ്പിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് സുന്ദരമായിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിയും. മാത്രമല്ല, എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഭരണഘടനയിൽ ചെറിയൊരു ഭേദഗതി വരുത്തിയിട്ട് നമ്മൾക്കത് ചെയ്യാൻ കഴിയും. ഭരണഘടന എന്ന് പറയുന്നത് ഖുറാനും ഗീതയും ബൈബിളും ഒന്നും പോലുള്ള ഗ്രന്ഥമല്ല. 106 അമെൻഡ്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൽ അമെൻഡ്മെൻറ്റ് ഇനിയും വരാം. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ ഒരു പോയിൻ്റ് കൂടി ആളുകളൊന്ന് മനസ്സിൽ വെക്കണം. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ വളരെ ധൃതി പിടിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് നമ്മുടെ ഭരണഘടന. ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഒരു വിഷമം തോന്നും, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭരണഘടനയെന്ന്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. 1953 സെപ്റ്റംബർ മാസം 2 ഈ ഡേറ്റും ഈ പറയുന്ന കാര്യവും എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഞങ്ങളിത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ രാജ്യസഭ ഗവർണർ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ യാതൊരു അധികാരവും ഇല്ല, വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. നമ്മുടെ ഭരണഘടനയിൽ അത് വളരെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചർച്ച നടന്നു. ഈ സമയത്ത് ആളുകൾ പറഞ്ഞു അംബേദ്കർ ഇത് അവിടെ ഇരിക്കുന്നു രാജ്യസഭയിൽ എന്ന്. അംബേദ്കർ ഈ പറഞ്ഞ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആളുകൾ ചോദിച്ചു നിങ്ങളെന്താ അവരെ ഡിഫെൻഡ് ചെയ്യുന്നത്? അപ്പോൾ അംബേദ്കർ രാജ്യസഭയിൽ ചെയ്ത ഒരു പ്രസംഗം എല്ലാവരും മനസ്സിൽ വെക്കണം. ഭരണഘടന എന്ന് പറയുന്നത് എന്തോ വളരെ, അതായത് ഒരു കാലത്തും ഒരു നിലയ്ക്കും മാറ്റാൻ പറ്റാത്തൊരു സംഗതിയാണെന്ന് വിശ്വസിക്കുന്നവരോട് ഈ കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അംബേദ്കർ പറയാൻ തുടങ്ങി. അംബേദ്കർ പറഞ്ഞു, പീപ്പിൾ ഓൾവേസ് കീപ്പ് us saying to me, oh, you are the maker of constitution. But my answer is, I was a hack. What I was asked to do, I did much against my will. ഇതും പറഞ്ഞാണ് അംബേദ്കർ പ്രസംഗം തുടങ്ങിയത്. ആളുകൾ പറയുന്നു ഞാനാണ് ഭരണഘടനയുടെ ശില്പി എന്ന്. എനിക്ക് അവരോട് പറയാനുള്ളത് ഇതാണ്. HSCK ഹാക്കിൻ്റെ അർത്ഥം കൂലിക്ക് സാഹിത്യം എഴുതുന്ന ആളെന്നാണ്. ഞാൻ വെറുതെ ഒരു പകർത്തിയെഴുത്തുകാരൻ മാത്രമായിരുന്നു. എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടത് വിശദീകരിച്ചിട്ട് അദ്ദേഹം രാജ്യസഭയിലെ അധ്യക്ഷനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, സർ മൈ ഫ്രണ്ട്സ് ടെൽ മീ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഐ എം ക്വൈറ്റ് പ്രിപ്പയർഡ് ടു സേ ദാറ്റ് ഐ ഷാൾ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ബേൺ ഇറ്റ് ഔട്ട്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇറ്റ് ഡസ് നോട്ട് സ്യൂട്ട് എനിബഡി. അതുകൊണ്ട് നമ്മൾക്കിത് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണിത് നടപ്പിലാക്കുന്നത്. ഗാന്ധി മുതൽ മൻമോഹൻ സിംഗും ശ്യാമപ്രസാദ് മുഖർജി മുതൽ പ്രകാശ് കാരാട്ടും വരെ ആവശ്യപ്പെട്ട കാര്യമാണ് നടപ്പിലാക്കുന്നത്. 370-ാം വകുപ്പ് ഒരു പുഷ്പം പോലെ നുള്ളി മാറ്റി വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് അവരിയ്ക്കുന്നത്. അംബേദ്കർ പറഞ്ഞ ഒന്നിനും കൊള്ളില്ല എന്ന് അംബേദ്കർ പറഞ്ഞ ഈ ഒരു ഭരണഘടന അവിടെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് അവർ ചെയ്തിരിക്കും. ഈ ചെയ്യുന്നത് ആർക്കും എതിരല്ല, വളരെ പട്ടിണിപ്പാവങ്ങളായ കുറച്ച് ആളുകൾക്കാണ്. അതുകൊണ്ട് CAA എന്ന് പറയുന്നത് അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ നമുക്ക് ആഘോഷിക്കാം. ഇതിനെ യുദ്ധമായും സുനാമിയായും കണക്കാക്കുന്നവർ രാജ്യത്തോടാണ്, നമ്മുടെ ചരിത്രത്തോടാണ്, നമ്മുടെ ദേശത്തോടാണ് ദ്രോഹം ചെയ്യുന്നത്. അനാവശ്യ കാര്യം പറഞ്ഞ ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്നവരോട് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CAA കുറിച്ചിട്ടുള്ള കാര്യമായൊരു പഠനത്തിന് ഈ സൂചനകൾ നമ്മൾ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹിത ഭാരതത്തിലെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് മഹിത ഭാരതത്തിൽ ഇത് ഉപയോഗപ്പെടുത്തി എന്നതിന് കൂടി ഉത്തരം പറയാം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 23% ന്യൂനപക്ഷങ്ങളാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അവസാന സർവേ നടന്നപ്പോൾ 2 ഉണ്ട്. സെൻസസ് നടന്നപ്പോൾ ഇപ്പോൾ 1% കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. എന്തുമാവട്ടെ, അടുത്ത സെൻസസ് പാകിസ്ഥാനിൽ നടക്കുമ്പോൾ 1% പോലും ഹിന്ദു അവിടെ അവശേഷിക്കില്ല. എത്ര ശതമാനമാണ് ഭാരതത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം ഉറപ്പ് നൽകാം, അടുത്ത സെൻസസ് ഇവിടെ നടക്കുമ്പോൾ
അന്ന് എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി മുസ്ലിങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരിക്കും. അത് ഭരണഘടനയുടെ മഹത്വം കൊണ്ടോ ഉടമ്പടി കൊണ്ടോ ഒന്നുമല്ല. സനാതനധർമ്മത്തിൻ്റെ മഹത്വം കൊണ്ട്, ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് മറ്റ് മതങ്ങളോടുള്ള അവരുടെ സമീപനം കൊണ്ട്, സർവധർമ്മ സമഭാവന കൊണ്ട്, അവരുടെ സംസ്കാരത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. ഇതാണ് മഹിത ഭാരതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കി ഭാരതത്തിലെ ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവരും CAA സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു പഠനത്തിന് ശേഷം എന്ന് മാത്രം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.